ശബരിമലയിൽ തന്ത്രി ആരായിരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അതൊരു കീഴ്വഴക്കം മാത്രമാണ്. ആ കീഴ്വഴക്കത്തെ ഇപ്രാവശ്യം ലംഘിക്കണം അല്ലെങ്കിൽ മാറ്റണം എന്നൊരു ചിന്ത വ്യാപകമായി കിടപ്പുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, രാജീവ് കണ്ഠരരുവിൻ്റെ ഈ ചെയ്തികളൊക്കെ വലിയ പ്രതിസന്ധിയാണ്. മോഹന കണ്ഠരരു നേരത്തെ ഇതുപോലെ അഭ്യാസങ്ങൾ കാണിച്ച് വലിയൊരു വിഷയത്തിൽ അദ്ദേഹം സ്ത്രീ വിഷയമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ അദ്ദേഹത്തെ പിടിച്ചു, അഴിമതിയൊക്കെ നടത്തി പിടിച്ചു, വലിയ വിഷയമായി. അവസാനം ജസ്റ്റിസ് പരിപൂർണൻ എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് കേസ് അന്വേഷിച്ചു. അപ്പോൾ ഈ പരിപൂർണൻ എന്ന് പറയുന്ന അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ വലിയ തന്ത്രിയല്ലേ, വളരെ പ്രമുഖനായ ഒരാളല്ലേ. തന്ത്രി എന്ന് പറഞ്ഞാൽ എല്ലാ താന്ത്രിക വിദ്യകളും പഠിച്ചിട്ടുള്ള ആചാര്യ തുല്യനാണ്. പോറ്റിയുടെയൊക്കെ മുകളിലാണ്, പോറ്റിമാരുടെയൊക്കെ വലിയ മുകളിലാണ്. അവർ നിങ്ങൾ ഗായത്രി മന്ത്രം ഒന്ന് ചൊല്ലാവോ എന്ന് ചോദിച്ചു. അപ്പോൾ മോഹനൻ കണ്ഠരരുവിന് അറിയില്ല. അപ്പോൾ ഗായത്രി മന്ത്രം അറിഞ്ഞില്ല എങ്കിൽ തന്ത്രിയാവാം. തന്ത്രിക്ക് ഗായത്രി മന്ത്രം അറിയണമെന്ന് നിർബന്ധമില്ല. ജനഗണമന അറിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ വലിയ പൊസിഷനിൽ ജോലി കിട്ടാം. വന്ദേഭാരതം ഫുള്ളായിട്ട് പറഞ്ഞില്ലെങ്കിലും ജോലി കിട്ടും. പക്ഷെ ഗായത്രി മന്ത്രം പോലുള്ള ചെറിയ കാര്യങ്ങൾ സംസ്കൃതത്തിലെ അല്ലെങ്കിൽ പൂജാ കാര്യങ്ങളിലെ ചെറിയ കാര്യങ്ങളായ ഗായത്രി മന്ത്രം പോലും നിങ്ങൾക്കറിയില്ലേ എന്ന് പരിപൂർണ്ണം ചോദിച്ച് കളിയാക്കിയതായിട്ടൊക്കെ വാർത്തയുണ്ട്. അതൊരു വാർത്ത മാത്രമാണ്. ചോദിച്ചെന്നും ചോദിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു വാർത്ത ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജീവ് കണ്ഠരരുവിൻ്റെ മകനെ ഈ തന്ത്രിയാക്കാനായി കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഒരു കാരണവശാലും അത് അനുവദിക്കാവുന്ന കഴിയുന്നല്ല. പണ്ടത്തെ താഴമൺ കുടുംബമല്ല ഇന്നത്തെ താഴമൺ കുടുംബം. അവർ പങ്കുവച്ച് പിരിഞ്ഞു. തായ് വഴി അല്ലെങ്കിൽ അവരുടെ പരമ്പരാഗത രീതിയിലല്ല ഇപ്പോൾ അവിടത്തേക്ക് തന്ത്രിമാർ വന്നുകൊണ്ടിരുന്നത്. അവർ ജ്യേഷ്ഠാനുജ മക്കൾ തമ്മിൽ തർക്കമായി. ഒരു വർഷം ജേട്ടൻ്റെ മകനാണെങ്കിൽ ഒരു വർഷം അനുജൻ്റെ മകൻ എന്നൊക്കെ ഉള്ള വേറെ രൂപത്തിലേക്കുള്ള പങ്കുവയ്പായി. ഇതൊന്നും ശബരിമലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. രാജാക്കന്മാരുടെ കാലത്ത് രാജാവ് കഴിഞ്ഞാൽ അടുത്ത മകനോ മകളോ ആണ് രാജാവ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മക്കളുണ്ടായെങ്കിൽ മൂത്ത മകളുടെ അല്ലെങ്കിൽ മൂത്ത മകൻ്റെ മകളോ മകനോ ആണ് രാജാവ്. അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അവിടെ രണ്ടാമത്തെ 2 പേർ വന്നപ്പോൾ 2 പേരുടെ മക്കൾക്ക് രാജാക്കന്മാരുടെ ഒരു ടേൺ വയ്ക്കണം എന്നൊരു ചർച്ച നടന്നതായി പറയും. അതുപോലെ ശബരിമല ടേൺ വെച്ചു. സഹോദരങ്ങളുടെ മക്കൾ വരണം എന്നുള്ള കണ്ടീഷൻ വെച്ചു. അങ്ങനെ അപ്പം തന്നെ വെള്ളം ചേർത്തു ശബരിമലയിൽ. എന്തായാലും ശബരിമല തന്ത്രി എന്ന് പറയുന്ന പോസ്റ്റ് ചെറിയ പോസ്റ്റല്ല. ശബരിമല അയ്യപ്പൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് തന്ത്രി. അയ്യപ്പൻ്റെ അടുത്തും ഭക്താനങ്ങളുടെ അടുത്തും നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ് തന്ത്രി. അതുകൊണ്ട് തന്ത്രിയെ ഇങ്ങനെ വയ്ക്കാൻ പറ്റില്ല എന്ന് കർശനമായ വിവാദം നടക്കുന്നു. എന്തായാലും താഴമൺ തന്ത്രിയെ വയ്ക്കണോ ഏത് തന്ത്രിയെ വയ്ക്കണോ എന്നുള്ളതല്ല വിഷയം. ശബരിമലയിൽ വയ്ക്കപ്പെടുന്ന തന്ത്രിക്ക് താന്ത്രിക വിദ്യ അറിയാമോ, തന്ത്ര സമുച്ചയത്തിൽ പറയുന്ന കാര്യങ്ങൾ അറിയാമോ, താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ അറിയാമോ എന്നുള്ളതാണ് പ്രധാനം. അതറിയുന്ന ആളിനെ വയ്ക്കട്ടെ. അതറിയില്ല എന്ന് വിചാരിച്ചിട്ട് താഴമൺ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് ആക്കേണ്ട കാര്യമില്ല. താഴമൺ കുടുംബവുമായി വലിയ ബന്ധമുള്ള ആളാണ് രാഹുൽ ഈശ്വർ. അവരുടെ സഹോദരി രാജീവ് കണ്ഠരരുടെ സഹോദരൻ്റെ മകനോ മറ്റുമാണ്. അയാൾക്ക് പക്ഷേ താന്ത്രിക വിദ്യ എന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. താന്ത്രിക വിദ്യകൾ അറിയാമെന്നുള്ള ഒരാളിനെ ശബരിമലയിൽ വയ്ക്കട്ടെ. അല്ലാതെ താന്ത്രിക വിദ്യകളും താന്ത്രികമായ കാര്യങ്ങളും അറിയുന്ന ആളിനെ വയ്ക്കാതെ കുടുംബത്തിൻ്റെ മഹിമ പറഞ്ഞ് വയ്ച്ചാൽ അത് ശരിയല്ല. മാത്രമല്ല, പണ്ട് താഴമൺ കുടുംബത്തിലെ ആളുകൾ 3 വർഷം ഭജനമിരിക്കും എന്നാണ് പറയുന്നത്. എവിടെ? ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ
3 വർഷം ഭജനം ഇരിക്കുമെന്നാണ് പറയുന്നത്. ശബരിമല പോകുന്നതിന് മുമ്പ് തുടർച്ചയായി 3 വർഷം ഭജനം ഇരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമല്ല. കാലം മാറി, കോലവും കെട്ടുന്നുണ്ട്. വിവിധ കോലങ്ങളായി കാര്യങ്ങൾ മറ്റും രീതിയിലേക്കൊക്കെ മാറി. അതുകൊണ്ടിപ്പോൾ നമുക്ക് അങ്ങനെ ഭജനം ഇരിക്കണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമലയിലെ തന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. വിവരവും വിജ്ഞാനവും വിവേകവും അഴിമതിരഹിതമായിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരാളിനെ ഇരുത്തേണ്ട പദവിയാണ്. അത് യാതൊരു പക്വതയുമില്ലാത്ത ആരെയും പിടിച്ചിരുത്തരുത്. വളരെ കൃത്യമായി ആലോചിച്ചേ ചെയ്യാവൂ. ഇങ്ങനെ ആലോചിക്കാതെ ചെയ്യുന്നതിൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ ഈ അനുഭവിക്കുന്നതും കാണുന്നതും. ശബരിമല അയ്യപ്പൻ്റെ സകല സ്വത്തും അടിച്ചുകൊണ്ട് പോകാൻ ഒരു തന്ത്രി അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നു എന്നുള്ളതും നമ്മൾ കാലം കാണുകയാണ്. ഒരു കാരണവശാലും അതിനിയും അനുവദിച്ച് കൊടുക്കാൻ കഴിയില്ല.